നമ്മൾ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണിന്ന്. രാവിലെ ഒരു 7:45 ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരെ കുറ്റിപ്പുറം ബസ് കയറി. അവിടുന്ന് പിന്നെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ കോഴിക്കോട്ടുള്ള ട്രെയിൻ കയറണത്. ഞാനും പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സും അങ്ങനെ ഞങ്ങൾ 3 പേര് കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു 8:15 ആകുമ്പോൾ തന്നെ ട്രെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ കോഴിക്കോട് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ട്രെയിൻ ഇറങ്ങി പിന്നെ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് നേരെ ഓട്ടോ പിടിച്ചിട്ട് ബീച്ചിലേക്കാണ് പോയത്. സംഭവം നല്ല വെയിലൊക്കെ ആയിരുന്നു, എന്നാലും കുഴപ്പമില്ലാന്ന് വെച്ചിട്ടാണ് പോയതായിരുന്നു. വെയിലൊന്നും മീൻ്റെ കണ്ട് നേരത്തെ ബീച്ചിൽ പോകുന്ന മെയിൻ കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ അധികം ടൈം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് 4:30 റിട്ടേൺ വീട്ടിൽ പോകണേന്ന്. അപ്പോൾ പിന്നെ അപ്പോൾ പോവല്ലാണ്ട് വേറെ ഓപ്ഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റിക്ക് വെച്ചിട്ട് ബീച്ചിൽ പോകാൻ നിന്നാൽ എന്തായാലും പോലെ നടക്കൂല ടൈമില്ലാണ്ട്. അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ വെയിലുണ്ടെങ്കിലും അവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു, സ്റ്റാർബക്സിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്. അവിടെ അങ്ങനെ വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ കുറച്ചേരം ഇരിക്കും, ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ബീച്ചിലൊക്കെ കുറച്ചേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ജ്യൂസിൻ്റെ ഒക്കെ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറി ജ്യൂസ് കുടിച്ച് അതുപോലെ തന്നെ ഉപ്പിലിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറ്റിച്ചിറയുടെ മുന്നിൽ പോയിട്ട് കുറച്ചേരം ഇരുന്നു. അവിടെ ബിരിയാണി കഴിക്കാന്നുള്ളൊരു പ്ലാനില് പിന്നെ ആ പ്ലാൻ ക്യാൻസൽ ചെയ്ത് നേരെ കഫേക്ക് പോവുകയാണ് ചെയ്ത്. ആദ്യം ഞങ്ങൾ പോയത് കോച്ച് നാനന്ദ വീട്ടിലൊരു കഫേയിലാണ് ആദ്യം പോയി നോക്കിയത്. അപ്പോൾ അവിടെ പിന്നെ ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഇല്ലാത്ത കാരണം നേരെ അതിൻ്റെ അപ്പുറത്തുള്ള കടലാസ് കഫേക്ക് വന്നു. കഫേയുടെ ആംബിയൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ മേൽഭാഗത്താണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ റീൽസിലൊക്കെയാണ് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ബീച്ചിന്റെ ആ ഒരു അടുത്തുള്ള കഫേ, അങ്ങനെ ബീച്ച് നോക്കി നിന്ന് കഴിക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ കാണുമ്പോൾ അങ്ങനെ സേവ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരിക്കൽ പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത്ര വേഗം പോകുന്നുള്ള ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നല്ല രസമുണ്ടായിരുന്നു അവിടെ നിന്നിട്ടുള്ള ആ ഒരു വ്യൂ കിട്ടാൻ. അവിടെ നിന്ന് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു വ്യൂ കണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാണ്ട് വരൂല. ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്ന ഒരു മൊഹിറ്റോ, പിന്നെ ചിക്കു ഷേക്കും അതുപോലെ ഒരു ലോഡർ ഫ്രൈസ് ആണ്. ഫുഡൊന്നും വലിയ കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ഫുഡ് തന്നെയായിരുന്നു. അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ ഓട്ടോ വിളിച്ചിട്ട് പോയത് SM സ്ട്രീറ്റിൽ കയറുന്നു. അവിടെ പിന്നെ ചെന്ന് കയറിയാൽ സമയം പോകണമെന്ന് അറിയില്ല. അതാണ് പിന്നെ ലാസ്റ്റ് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ അവിടെ പോയി കയറിയാൽ വേറെ അങ്ങോട്ട് പോകാനുള്ള ടൈം കിട്ടൂല. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഒരു ചെരുപ്പ് മാത്രമേ എടുക്കുള്ളൂ എന്ന രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ എത്തിയപ്പോൾ മൈൻഡ് ഫുള്ള് മാറി. അവിടുന്ന് പിന്നെ 2-3 ഡ്രസ്സ് എടുത്തിട്ടാണ് ഇറങ്ങിയത്. അവിടെ നമ്മൾ അങ്ങനെ കുറേ ഷോപ്പുകളിലൊന്നും അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നില്ല. 2-3 ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തത് കഷ്ക എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പിൽ നിന്ന് കേട്ടോ. ഈ ഒരു ഷോപ്പിൽ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്, നല്ല നല്ല ഡ്രസ്സുകളുണ്ട്. ഞാൻ ഫസ്റ്റ് ഒരു തവണ SM സ്ട്രീറ്റ് വന്നപ്പോഴും ഈ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല നല്ല ഡ്രസ്സുകൾ കണ്ടിട്ടുണ്ടായി. ഇപ്പം കയറിയപ്പോഴും അത്യാവശ്യം നല്ല ഡ്രസ്സുകളാണ് കേട്ടോ. അങ്ങനെ 2-3 ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് നേരെ വീട്ടിൽ പോയി. ഞങ്ങൾ റിട്ടേൺ പോകുമ്പോഴും ട്രെയിനിൽ പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു നേരത്തെ ട്രെയിനിൽ നല്ല തിരക്കാവും, ഇരിക്കാൻ സീറ്റ് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ ബസ്സും കയറി വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇൻസ്റ്റയിലാണെങ്കിൽ ഫോളോ ആക്കാനും.